8-ാമത്തെ ആഴ്ചയിലെ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ച ഒരു വേദഭാഗം, അത് വിശുദ്ധ പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള ഭാഗങ്ങളാണ്. അതിൻ്റെ 9-10 വാക്യങ്ങൾ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും ആകുന്നു. അതെ, മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം, കരുണ ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. ഇത് ഒരു വലിയ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാണ് നമ്മൾ കാണുന്നത്. ദൈവസന്നിധിയിൽ നമുക്ക് എന്താണ് ഉള്ളത്? അവിടെ 2-3 കാര്യങ്ങളാണ് പറയുന്നത്. യു ആർ എ ചോസൺ ജനറേഷൻ, എ റോയൽ പ്രീസ്റ്റ്ഹുഡ്, എ ഹോളി നേഷൻ ആൻഡ് എ പെക്കൂലിയർ പീപ്പിൾ, അല്ലെങ്കിൽ ഗോഡ്സ് ഓൺ പീപ്പിൾ, ദൈവത്തിൻ്റെ സ്വന്തം ജനം. എ ചോസൺ ജനറേഷൻ, അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യമാണ്. ചോസൺ ജനറേഷൻ, തിരഞ്ഞെടുക്കപ്പെട്ട വംശം എന്നുള്ളത്. രണ്ടാമത് റോയൽ പ്രീസ്റ്റ്ഹുഡ്, രാജകീയ പുരോഹിത വർഗം, അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 6-ാമത്തെ വാക്യമാണ്. ഹോളി നേഷൻ എന്നുള്ളതും പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 6-ൽ കാണുന്ന കാര്യമാണ്. എ പെക്കൂലിയർ പീപ്പിൾ, അല്ലെങ്കിൽ ഗോഡ്സ് ഓൺ പീപ്പിൾ, ദൈവത്തിൻ്റെ ജനം എന്നുള്ളത് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമുക്ക് വെളിപ്പെട്ട് വരുന്ന, ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട് വരുന്ന ഒരു വലിയ സത്യമാണ്. അതുകൊണ്ട് ഇതൊരു വലിയ സാധ്യതയാണ് ക്രിസ്തീയ ജീവിതത്തിൽ. ഇത് ഈ പെന്തക്കോസ്തിന് ശേഷം നമ്മൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിലൂടെ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാ പ്രേരിതമായ ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഒരു വസ്തുതയാണെന്ന് നമ്മൾ മറന്നു പോകരുത്. നമുക്കറിയാം, ലോകപ്രകാരമുള്ള പൗരത്വമല്ല നമുക്ക് ഉള്ളത്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നമുക്കോ പൗരത്വം സ്വർഗത്തിലാണ്. അപ്പോൾ നമ്മൾ ലോകത്തിൽ, അതേസമയം കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ലോകത്തിലാണ് എങ്കിലും ലോകത്തിന് വേണ്ടി ഉള്ളവർ അല്ല. അതുകൊണ്ട് ദൈവാത്മാവിലൂടെ ദൈവ കൃപയാൽ ലഭിച്ച ഒരു വലിയ സാധ്യതയാണ് നമുക്കുള്ളത്. ലോകത്തിൻ്റെ ക്രമത്തിൽ ആശ്രയം നാം വയ്ക്കരുത്. അതുതന്നെയാണ് ഈ പത്രോസിൻ്റെ 1 പത്രോസ് 2-ാം അധ്യായം 1-ാം വാക്യം. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ഇതാണ് വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ. വളരെ പ്രസക്തമാണ്. മായമില്ലാത്ത, പൊല്യൂട്ടഡ് അല്ലാത്ത വചനം ഗ്രഹിപ്പാൻ, കുടിപ്പാൻ വാഞ്ചിപ്പീൻ എന്ന്. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ 10-12 വായിക്കുമ്പോഴും അത് തന്നെ, 10 മുതൽ 12 വരെ വായിക്കുന്നത് തന്നെയാണ്. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം, കരുണ ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. പ്രിയമുള്ളവരെ, വിശ്വാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കുന്തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ പെക്കൂലിയർ, വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനമായി ദൈവം വേർതിരിച്ച ഒരു ജനം എന്നുള്ള ഒരു ബോധം നമുക്ക് നമ്മുടെ ഇഹലോക ജീവിത വ്യാപാര രംഗങ്ങളിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പുസ്തകം എഴുതിയത് ഏകദേശം AD 50-നും 67-നും ഇടയ്ക്കാണ്. ഏഷ്യ മൈനറിലുള്ള ചിതറിപ്പാർക്കുന്ന പിൽഗ്രിംസ് എന്ന് പറയുന്നത്, ചിതറിപ്പാർക്കുന്ന തീർത്ഥാടകർക്ക് വേണ്ടി ആണ് എഴുതിയത്. അത് യഹൂദന്മാരും ജെൻറ്റൈൽസും ഉണ്ട്, അവർക്ക് വേണ്ടിയാണ്. ഏഷ്യ മൈനർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ടർക്കി എന്ന് പറയാം. ഇപ്പോഴത്തെ ടർക്കിയുടെ സാഹചര്യമൊക്കെ നമുക്കറിയാവുന്നതാണ്. വലിയ ഒരു ക്രിസ്ത്യൻ പോപ്പുലേഷനുള്ള വലിയ, നമുക്കറിയാം, കോൺസ്റ്റാന്റിനോപ്പിൾ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ആ സ്ഥലമൊക്കെ ഒരു വലിയ ക്രിസ്തീയ സഭയുടെ അടിസ്ഥാനം, അല്ലെങ്കിൽ വലിയ ചിന്തകൾ, വലിയ തിയോളജിക്കൽ ഡിസ്കോഴ്സസ്, വലിയ ദൈവശാസ്ത്രപരമായ മനസ്സിലാക്കലൊക്കെ നമുക്ക് തന്ന വലിയ പിതാക്കന്മാർ ജീവിച്ചിരുന്ന
സ്ഥലമാണ് ടർക്കി. ഇന്ന് അതിൻ്റെ സാഹചര്യമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ലോകത്തിൽ പലയിടത്തും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ദൈവത്തിൻ്റെ ഗോഡ്സ് ഓൺ പീപ്പിൾ. അപ്പം ഈ എന്താണ് ഗോഡ്സ് ഓൺ പീപ്പിൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, പ്രൊക്ലെയിം ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനം നമ്മൾ പ്രഖ്യാപിക്കണം, ദൈവത്തിൻ്റെ വചനം പറയണം. ഷൈൻ ഹിസ് ലൈറ്റ് ഇൻ ദ ഡാർക്ക്നെസ് ഓഫ് ദ വേൾഡ്. കർത്താവിൻ്റെ പ്രകാശം ഇരുട്ടിൽ നമ്മിലൂടെ പ്രകാശിക്കണം. നമുക്കറിയാം ദൈവവചനത്തെപ്പറ്റി പറയുന്നത് അത് നമ്മുടെ കാലിന് ദീപമാണ്, ഇരുളുള്ള വഴികൾക്ക് വെളിച്ചമാണ് എന്നൊക്കെ പറയുമ്പോൾ, അത് സ്വീകരിച്ച് കർത്താവാകുന്ന പ്രകാശം നമ്മിലൂടെ, ആ പ്രകാശം ലോകത്തിൻ്റെ അന്ധകാരത്തെ മാറ്റുവാൻ ക്രിസ്തുവിൻ്റെ വെളിച്ചം നമ്മിലൂടെ പ്രകാശിക്കാം. അതാണ് ഏറ്റവും പ്രധാനം. അതാണ് ദൈവം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഈ പെന്തിക്കോസ്തിക്ക് ശേഷം വായിക്കുമ്പോൾ ഇതൊക്കെ പരിശുദ്ധാത്മാവിലൂടെ പ്രാപിക്കേണ്ട വസ്തു. ഞാൻ നേരത്തെ ഓർപ്പിച്ചിട്ടുണ്ട്, മാമോദീസ എന്ന് പറയുന്നത് ജ്വലിപ്പിക്കലിൻ്റെ കൂദാശയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഓർക്കണം, ഇവിടെ പറയുകയാണ് തീർത്ഥാടകർ എന്ന് പറയാൻ. ഞാൻ പറഞ്ഞല്ലോ, തീർത്ഥാടകർ ചിതറിപ്പാർക്കുന്നവർ അവർക്ക് എഴുതുമെന്ന് പറയുമ്പോൾ രണ്ടർത്ഥത്തിലാണ്. എക്സൈൽസ്, അതായത് പ്രവാസികൾ, അല്ലെങ്കിൽ ഏലിയൻസ്, അല്ലെങ്കിൽ പരദേശികൾ, അല്ലെങ്കിൽ സ്വന്തം ദേശത്ത് അല്ലാത്തവർ, സ്വന്തം ദേശത്ത് മാതൃരാജ്യത്തല്ലാത്തവർ, ഇങ്ങനെയുള്ളവരെയാണ് തീർത്ഥാടകർ എന്ന് പത്രോസിലെ പ്രത്യേകം ഇവിടെ ഉദ്ദേശിക്കുന്നത്, അവർക്ക് വേണ്ടി എഴുതുന്നത്. അപ്പം പത്രോസ്ലീഹ പഠിപ്പിക്കുന്ന അനുസരിച്ച് ക്രിസ്തുവിലൂടെ വിളിക്കപ്പെട്ട എല്ലാവരും, അതായത് സഭയിലുള്ള എല്ലാവരും, സഭയ്ക്ക് ഒരു വെളിച്ചമുണ്ട്, അത് കർത്താവിൻ്റെ വെളിച്ചമാണ്. ആ വെളിച്ചം സഭയിലുള്ള എല്ലാ മക്കളിലൂടെയും വെളിപ്പെടണം. അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട വംശം, ചോസൻ ജനറേഷൻ, ചോസൻ പീപ്പിൾ എന്നുള്ള നിലയിൽ നമ്മിലൂടെ അത് വെളിപ്പെടണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയിലൂടെ അത് വെളിപ്പെടണം എന്നാണ് കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ 1 പത്രോസിൻ്റെ ലേഖനം 2:9 നമ്മൾ വായിച്ചത്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശം. അതിനോട് ചേർന്നൊരു വാക്യം ഞാൻ വായിക്കാം. അത് വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 6. അതായത് അവസാനത്തെ, നമ്മൾ പറയുന്ന പോലെ അവസാനത്തെ പ്രൊഫസിയാണ്. 1-ാം അധ്യായം 6-ാം വാക്യം. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കിത്തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. അപ്പം നമ്മളെ ഈ ലോകത്തിൽ, ഈ പുതിയ നിയമസഭയിൽ നമ്മളെ ഈ രാജകീയ പുരോഹിത വർഗമാക്കി തീർത്തത് ആരാണ്? ഞാൻ നേരത്തെ ഓർപ്പിച്ചിട്ടുണ്ട്, എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ ലോകാരംഭത്തിന് മുമ്പ് നാം ക്രിസ്തുവിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടു. അതൊക്കെ നമുക്ക് കണ്ണുകൊണ്ട് കാണാനോ ഹൃദയം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാനോ സാധിക്കുക, ലോകാരംഭത്തിന് മുമ്പുള്ള ക്രിസ്തുവിലെ തിരഞ്ഞെടുപ്പ്. അപ്പോൾ അതേസമയം ഇവിടെ പറയുകയാണ്, പക്ഷേ ആ തിരഞ്ഞെടുപ്പ് ഇന്ന് ഈ പുതിയ സഭയിലൂടെ വെളിപ്പെട്ടു വരുന്നത് നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്താൻ, നമ്മെ തൻ്റെ ഒരു വിശുദ്ധ വംശമായി, ഒരു ജാതിയായി, ഒരു നേഷൻ, അത് അബ്രഹാമിന് കൊടുത്ത ആ പ്രിവിലേജാണ്. നിന്നെ ഒരു വലിയ നേഷനാക്കി തീർക്കും, ഒരു വലിയ രാജ്യമാക്കി തീർക്കും. അപ്പോൾ ആ രാജ്യം, നമ്മെ രാജ്യവും പുരോഹിതന്മാർ, കിങ്ലി പ്രീസ്റ്റ്ഹുഡ്, അതായത് രാജകീയ പൗരോഹിത്യവും തന്ന് നമ്മളെ ആക്കി തീർത്തത് ആരാണ്? അവൻ എന്നേക്കും മഹത്വവും ബലവും ആമേൻ. അപ്പം നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു വസ്തുതയുണ്ട്, ഈ പ്രാർത്ഥിക്കാനൊക്കെ നിൽക്കുമ്പം നമ്മൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? പൗരസ്ത്യ സഭയുടെ പഠിപ്പിക്കൽ വളരെ വ്യക്തമാണ്. അവിടെ നിന്നിട്ട് ഈ വേണ്ടതും വേണ്ടാത്തതൊക്കെ ചോദിക്കുക എന്നുള്ളതല്ല. കാരണം നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ എല്ലാം അറിയുന്ന ദൈവത്തിന് മുമ്പ് നമ്മൾ വെറുതെ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പം സത്യത്തിൽ ദൈവത്തിന് മുമ്പാകെ കൊഞ്ഞനം കാട്ടുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ അവിടെ നമ്മൾ എന്തുകൊണ്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ, എന്താണ് പ്രാർത്ഥിക്കുന്നത് ചോദിച്ചാൽ, നമുക്കറിയാം വിശുദ്ധ കുർബാന തുടങ്ങുമ്പോൾ എന്താണ്? നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസ മുഖ്യ യൂഹാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി കരുണ ചെയ്യണമേ. അപ്പം ഈ
നമുക്ക് രക്ഷയുടെ കവാടം തുറന്നു തന്ന കർത്താവിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട വസ്തു. ഒന്ന് പരിശുദ്ധ അമ്മ. ഇനിയിപ്പോൾ അമ്മയുടെ നോമ്പുകാലം വരാൻ പോവുകയാണ്. അത് നിന്നെ മാമൂസ മുക്കിയപ്പോൾ സ്വർഗം തുറന്ന് നിന്നെ വെളിപ്പെടുത്തിയ പിതാവിൻ്റെ ശബ്ദം അത് യോഹന്നാനിലൂടെ സംഭവിച്ചു. അവർ ഞങ്ങൾക്ക് വേണ്ടി അഭയം. അവർ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ക്രിസ്തു ഇടം ധരിച്ച് ലോകത്തിൽ രക്ഷകനായി അവതരിച്ചു എന്നുള്ളത് ഓർക്കുമ്പോഴാണ് ദൈവമുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാനുള്ള നമ്മുടെ വിഷയം അതാണ്. അത് ഓർത്തുകൊണ്ടാണ് ദൈവത്തെ മഹത്വപ്പെടുന്നത്. അതാണ് ആ കുർബാന തന്നെ തുടങ്ങുന്നത്. അതാണ്. അപ്പം അതുകൊണ്ട് വെളിപാട് പുസ്തകത്തിൽ പറയുന്നതാണ് 1-ാം അധ്യായം 6-ാം വാക്യം. അതുകൊണ്ട് ഈ നമ്മൾ പറയുന്നത് കമ്പനി ഓഫ് ഫെയ്ത്ത്ഫുൾ ഈസ് എ റോയൽ പ്രീസ്റ്റ്ഹുഡ് ബിക്കോസ് ഇറ്റ് ബിലോങ്സ് ടു ദ കിങ്ഡം. അപ്പം കർത്താവിൻ്റെ ശരീരത്തിൽ നമ്മളായിരിക്കും രാജാവാണ്. കർത്താവ് രാജാവാണ്. ആ രാജാവിൻ്റെ പ്രജകളായി നമ്മളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ആ രാജാവിൻ്റെ പ്രീസ്റ്റ്ഹുഡ് പൗരോഹിത്യം മുഴുവൻ നമ്മൾ കൂടെ ഷെയർ ചെയ്യുന്നത്. ആ രാജാവിൻ്റെ അന്തസ്സും ബഹുമാനവും നമ്മൾ കാത്ത് സൂക്ഷിക്കണം. അന്തസ്സും ബഹുമാനവും നമുക്ക് കാത്ത് സൂക്ഷിക്കണം. ബലിപീഠത്തിൻ്റെ മുമ്പാകെ നിന്ന് അതാണ് പറയുന്നത് ന്യൂലി കിങ്ലി ഓർഡർ ഓഫ് പ്രീസ്റ്റ്. നമ്മൾ ദൈവമുമ്പാകെ നിൽക്കുമ്പം പുരോഹിതൻ മധുവായ പുരോഹിതനായിട്ട് കുർബാന അല്ലെങ്കിൽ ആരാധന ലീഡ് ചെയ്യുമ്പോൾ തന്നെ ജനങ്ങളും ഈ പൗരോഹിത്യം ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് സ്റ്റാൻഡ് ബിഫോർ ദ ഓൾട്ടർ ഓഫ് ഗോഡ് ആൻഡ് ഓഫർ സ്പിരിച്വൽ സാക്രിഫൈസ് ടു ഹിം. അതുകൊണ്ടാണ് നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നത് നിങ്ങളെ തന്നെ ബുദ്ധിയുള്ള ആരാധനയായിട്ട് തോന്നണം. അപ്പം നമ്മൾ ഈ പുരോഹിതനവിടെ ഈ ബലി അർപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ജനങ്ങളും അതായത് ഈ തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വംശം, വിശുദ്ധ വംശം, രാജകീയ പുരോഹിതം, തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, നമ്മൾ ദൈവത്തിൻ്റെ മുമ്പാകെ നിന്ന് നമ്മെ തന്നെ ബലിയായി അർപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ കാഴ്ചകൾ കൊണ്ടുവന്നിട്ട് ആ കാഴ്ചകളെല്ലാം കൂടെ ഒരുമിച്ച് നമ്മളിപ്പോൾ ഒരു കുർബാന അപ്പം ഉപയോഗിക്കുന്നതിൻ്റെ തന്നെ അർത്ഥം എല്ലാവരും കൊണ്ടുവന്ന വസ്തുക്കൾ, അതായത് ഗോതമ്പുകൾ ഒരുമിച്ച് പൊടിച്ച് ചേർത്ത് ഒരപ്പമാക്കി തീർത്ത് എല്ലാവർക്കും വേണ്ടി അർപ്പിക്കുന്നു എന്നാണ് അർത്ഥം. നമ്മൾ സത്യത്തിൽ പണ്ടൊക്കെ ഈ യാചിക്കേണ്ട സമയം കഴിഞ്ഞ് കുർബാന ആരംഭിക്കുന്ന ആ സമയത്ത് തന്നെയാണ് സത്യത്തിൽ കാണിക്ക എടുക്കുന്നത്. കാരണം ഇന്ന് ഗോതമ്പുകൾ കൊണ്ടുവരുന്നതിന് പകരമാണ് കാണിക്കകൾ ഒരുമിച്ച് സ്വീകരിച്ച് അതിന് ശേഷമാണ് കുർബാന ആരംഭിക്കുന്നത്. കാരണം ജനങ്ങൾ കൊണ്ടുവന്ന കാഴ്ചകൾ, നാം കൊണ്ടുവന്ന കാഴ്ചകൾ ഒരുമിച്ച് വാങ്ങിച്ച് ദൈവമുമ്പാകെ സമർപ്പിച്ച് ബലിയർപ്പിക്കുകയാണ്. അത് നമ്മെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പം നമ്മളങ്ങനെ ദൈവത്തിൻ്റെ സ്വന്തം ജനമായി നിന്ന് ദൈവത്തെ ആരാധിക്കണം. ഇത് പലപ്പോഴും മറന്നുപോയാൽ ആരാധന ശുഷ്കമായിട്ട് പോകും. അതുകൊണ്ടാണ് നമുക്കൊക്കെ എപ്പോഴെങ്കിലും വന്നാൽ മതി, എപ്പോഴെങ്കിലും ഒന്ന് തലവ് കാണിച്ചാൽ മതി എന്നൊക്കെ തോന്നുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം വംശം എന്നൊക്കെ ഉള്ള ആ പ്രിവിലേജ് നമ്മൾ കണ്ടമോണം നഷ്ടപ്പെടുത്തി കളയുന്നൊരു കാലമാണ്. അതുകൊണ്ട് ഈ വാക്ക് ശരിക്ക് നോക്കണം. ഹിസ് ഓൺ പീപ്പിൾ, അതാണ് 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. ഇത് നമ്മൾ പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 5 വായിക്കുമ്പോൾ എന്താ വായിക്കുന്നത്? 19:5 ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും, ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. ഈ വാക്യം അടിവരയിട്ടോണേ. ഞാൻ വായിച്ചത് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 5-ാം വാക്യം. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും, ഒബീഡിയൻസ് ടു ദ വേർഡ് ഓഫ് ഗോഡ്, അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും. ദൈവത്തിൻ്റെ നിയമം, കവനൻ്റൽ റിലേഷൻ നിന്നുകൊണ്ട് ദൈവം തന്ന നിയമങ്ങൾ പ്രമാണിക്കുക, അത് ഒബ്സേർവ് ചെയ്യുക, പ്രമാണിക്കുകയും ചെയ്താൽ, അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. അത് തന്നെയാണ് ഈ നമ്മൾ ഈ പത്രോസിൻ്റെ ലേഖനം 1-ാം പത്രോസിൻ്റെ 2-ാം അധ്യായം 9 വായിച്ചത്. നിങ്ങൾ എനിക്ക് മൈ ഓൺ പീപ്പിൾ, എനിക്ക് എൻ്റെ സമ്പത്തായിട്ട് തിരും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു തോന്നൽ വരുന്നുണ്ടോ? ഞാൻ ദൈവത്തിൻ്റെ സമ്പത്താണ്.
ഞാൻ ദൈവത്തിൻ്റെതാണ്. ഈ ഒരു ബോധം വരുമ്പോഴാണ് നമുക്ക് സത്യത്തിൽ പ്രാർത്ഥിക്കാനും സത്യത്തിൽ ആരാധിക്കാനുള്ള ശക്തി ലഭിക്കുന്നത്. ഇനി ഐശയ്യാപ്രവചനം 43:21 പറയുകയാണ്, ദ പീപ്പിൾ ഹൂ ഐ ഫോംഡ് ഫോർ മൈസെൽഫ്, എനിക്ക് വേണ്ടി സൃഷ്ടിച്ച, അങ്ങനെയാണ് ആ വാക്ക്. എന്താണ് വായിക്കുന്നത്? ഐശയ്യാപ്രവചനം 43:21. ഇഫ് ദ പീപ്പിൾ ഹൂ ഐ ഫോംഡ് ഫോർ മൈസെൽഫ്. കണ്ടോ, 43:21 വാക്യം നമ്മൾ വായിച്ചു. എന്താ പറയുക? ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എൻ്റെ സ്തുതിയെ വിവരിക്കും. അപ്പം നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ ഒരു ദിവസം മറന്നു പോയാൽ അതിൻ്റെ അർത്ഥം നാം ദൈവത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു, ദൈവത്തിൻ്റെ കരത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് മറന്നു പോകുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് സ്തുതികളിൽ വസിക്കുന്നവൻ എന്നൊക്കെ പറയാൻ അർത്ഥം അതാണ്. അപ്പം അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ ഒരിക്കലും മറക്കരുത്. ആണോ? ദാറ്റ് ദേ മേ ഡിക്ലെയർ മൈ പ്രൈസ്. ദൈവത്തെ എപ്പോഴും സ്തുതിക്കണം. കാരണം അവൻ്റെ കൈവേലയാണ് നമ്മൾ. പെക്കൂലിയർ എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണെന്നറിയാമോ? അതിൻ്റെ ഒരു ലാറ്റിൻ വേർഡ്, പെക്യൂലർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്, അതിൻ്റെ ലാറ്റിൻ വേർഡ് പെക്കൂലിയം എന്നാണ് ലാറ്റിൻ വേർഡ്. പക്ഷേ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സൺസ് പ്രൈവറ്റ് സ്റ്റാഷ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സ്വന്തം സ്വത്ത് എന്നാണ്. എൻ്റെ സ്വന്തം ജനം, ഞാൻ എൻ്റെ കർത്താവിന് സ്വന്തമാണ്. ഈ സ്വന്തം എന്ന ബോധം വരുന്നത് എങ്ങനെയാണ്? ദൈവത്തെ സ്നേഹിക്കണം, ദൈവവചനത്തിൽ വിശ്വസിക്കണം, ദൈവവചനത്തിൽ നാം പാലിക്കണം, ദൈവവചനം കേൾക്കണം, ദൈവവചനത്തെ അനുസരിക്കണം, ആ ദൈവത്തിൻ്റെ കവനൻ്റൽ റിലേഷനിൽ നിൽക്കണം. നമ്മൾ കവനൻ്റെ അടുത്ത് എവിടെയാണ്? മാമോദീസയിലാണ്. കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നിട്ട് ഒരു തലത്തൊട്ട് അമ്മ അല്ലെ അപ്പൻ കയ്യെ പിടിച്ചുകൊണ്ട് പറയും, ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നു, ഞാൻ കർത്താവിനെ. ഇന്നലെ വല്ലാത്തൊരു പ്രതിസന്ധി എനിക്കുണ്ടായി, വല്ലാത്തൊരു പ്രതിസന്ധി. അത് പ്രതിസന്ധി മാറിയിട്ടില്ല, വല്ലാത്തൊരു പ്രശ്നമാണ്, വലിയ ഒരു നഷ്ടം ഒക്കെ വരുന്ന ഒരു സാഹചര്യം. അതെല്ലാം ഒന്നും പറയാൻ ആഗ്രഹിക്കില്ല. പക്ഷേ അവിടെ എനിക്ക് വലിയ മാനസികമായി എന്നെ ഭയങ്കര, കാരണം നമ്മൾ എത്രമാത്രം നീതിപൂർവ്വം ജീവിക്കാൻ ശ്രമിക്കുമ്പോഴും നമുക്ക് വലിയ പരാജയങ്ങൾ വരുന്നല്ലോ എന്ന് അറിയാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് വ്യവസ്ഥ എടുത്ത് വായിച്ചപ്പം എനിക്ക് കിട്ടിയ വാക്യം അപ്പസ്തോലപ്രവൃത്തി 2-ാം വാക്യമാണ്. അത് ഇന്നും ആ വചനത്തിൻ്റെ ബലമാണ് ഇന്നലെ എന്നെ ധൈര്യപ്പെടുത്തുക. എന്താ വാക്യം? ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. എൻ്റെ മുമ്പിൽ, പുറകിലല്ല, വലതുഭാഗത്തല്ല, ഇടതുഭാഗത്തല്ല. ഞാൻ ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. ഞാൻ എൻ്റെ കർത്താവിനെ എപ്പോഴും മുമ്പിൽ കണ്ടിരിക്കുന്നു. അവൻ എൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കിയാൽ ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു, എൻ്റെ നാവ് ആനന്ദിച്ച് എൻ്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഇതിനൊക്കെ തകർന്നു പോകുമ്പം നമ്മൾ പറയാം, കർത്താവിനെ നമ്മൾ മറന്നിട്ട് വേറെ ചില കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുമ്പോൾ കർത്താവ് പിന്നോട്ട് മാറിപ്പോവും. അപ്പോൾ നമുക്കെന്താ പറഞ്ഞത്? നാം അങ്ങനെ മുമ്പിൽ വെക്കുമ്പോഴാണ് വലത്തുഭാഗത്ത് കർത്താവ് ഇരിക്കും. ഞാൻ ഇടത്തോട്ട് നോക്കി ആരെയും കണ്ടില്ല, വലത്തോട്ട് നോക്കി ആരെയും കണ്ടില്ല പറഞ്ഞില്ല. എൻ്റെ സഹായം എവിടെ നിന്ന് വരും നമ്മൾ പറയുന്നില്ലേ? ഇടത്തോട്ട് നോക്കിയിട്ട് ആരെയും കണ്ടില്ല, വലത്തോട്ട് നോക്കിയിട്ടും ആരെയും കണ്ടില്ല. കൂടെ നിൽക്കുന്നവരാരും സഹായിക്കും തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് വരുമ്പോഴാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്ന. അപ്പോൾ ഈ വചനം നമ്മൾ വിശ്വസിക്കണം, വചനം നമ്മൾ നിലനിൽക്കണം. അപ്പം പിന്നെ നമുക്കൊരു വാക്യം കൂടെ പ്രത്യേകം വായിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. എന്താ വായിക്കുന്നത്? കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിലെ വാക്യമാണ്. ഈ വെളിച്ചത്തെ പറ്റിയുള്ള മനോഹരമായ വാക്യമാണ്. 5-ാം അധ്യായം അതിൻ്റെ 16 നമ്മൾ വായിക്കുന്നത്. 5:16 എന്താ വായിക്കുന്നത്? അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. എന്താണ്? മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം മുമ്പിൽ പ്രകാശിക്കട്ടെ. വെളിച്ചം ആരാണ്? ഐ ആം ദ ലൈറ്റ് എന്ന് കർത്താവ് പറഞ്ഞു. ദാവീദ് പറഞ്ഞു, ഞാൻ എൻ്റെ കർത്താവിനെ മുമ്പിൽ നിർത്തിയിരിക്കുന്നു. അപ്പോൾ കർത്താവിനെ മുമ്പിൽ നിർത്തണം. വെളിവ് നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു. മുമ്പിൽ കർത്താവ് വെളിച്ചമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് നമ്മെ കാണാൻ സാധിക്കും. അങ്ങനെ
പിന്നെ നിങ്ങളുടെ അങ്ങനെ മനുഷ്യർ നല്ല പ്രവർത്തനങ്ങളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് മഹത്വം. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ, ജനത്തിൻ്റെ മുമ്പിൽ പ്രകാശിക്കട്ടെ. കർത്താവ് നമ്മുടെ മുമ്പിൽ നിൽക്കണം, നമ്മൾ കർത്താവിൻ്റെ വെളിച്ചം സ്വീകരിക്കണം, നാം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശമായിട്ട് തീരണം. നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് പിതാവിന്. അപ്പം നാം ആലോചിച്ച് നോക്കി, ചീത്ത പ്രവൃത്തികളെ കണ്ടാൽ അപ്പോൾ എന്ത് സംഭവിക്കും? കർത്താവിൻ്റെ നാമം ഇകഴ്ത്തപ്പെടും. മഹത്വപ്പെടുകയല്ല, ഇകഴ്ത്തപ്പെടും. അത് നമ്മളെപ്പോഴും ഓർക്കണം. നമ്മുടെ വായിൽ നിന്ന്, നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന്, നമ്മുടെ സ്വഭാവത്തിൽ നിന്ന്, നമ്മുടെ ഇടപാടുകളിൽ നിന്നൊരു ചീത്ത പ്രവൃത്തി ഉണ്ടായാൽ അതിൻ്റെ പ്രതിഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗസ്ഥനായ നമ്മുടെ ദൈവത്തിൻ്റെ നാമം ഇകഴ്ത്തപ്പെടും. പത്രോസിൻ്റെ നമ്മൾ വായിക്കുന്ന 1 പത്രോസിൻ്റെ 2 അധ്യായത്തിൻ്റെ 12 പറഞ്ഞ എന്താണ്? നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം. നമ്മളുടെ നടപ്പുകൾ നന്നായിരിക്കണം. നമ്മുടെ നടപ്പുകൾ നന്നായി. 15-ാമത്തെ വാക്യം, നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണം എന്നുള്ളതും ദൈവേഷ്ടമാകും. ആരാ ഭോഷത്വം കാണിക്കുന്നത്? ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഇടപാടുകളിലും, നമ്മുടെ കോൺഗ്രിഗേഷനിലും, നമ്മുടെ ഓർഗനൈസേഷനിലും എല്ലാം ഈ ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം. അത് നമ്മുടെ വാ കൊണ്ട് പറഞ്ഞ് അവരെ മിണ്ടാതാക്കിയിട്ട് കാര്യമില്ല. അത് ചെയ്യേണ്ടത് നല്ല പ്രവൃത്തി കൊണ്ട് അവരുടെ തിന്മ പ്രവൃത്തികളുടെ മേൽ നാം വെളിച്ചം വീശണം. അതാണ് നന്മ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതെല്ലാം, ഓരോ പ്രവൃത്തിയും കർത്താവിന് അതാ ശ്രമകരമായ കാര്യമാണ് കേട്ടോ. ശ്രമകരമായ കാര്യമാണ്, വളരെ ശ്രമകരമായ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ വെളിച്ചം പ്രകാശിക്കണം. നല്ല പ്രവൃത്തികളുണ്ടാണ് നിങ്ങളുടെ വെളിച്ചം പ്രകാശിക്കണം. 1 പത്രോസിൻ്റെ ലേഖനം തന്നെ 13-17 നമ്മൾ വായിക്കുമ്പോൾ, 17 വരെ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? എങ്ങനെയാണ് നമുക്ക് ഈ ദൈവത്തിൻ്റെ സ്വന്തം ജനമായിട്ട് നിൽക്കാനായി സാധിക്കുന്നത്? അവിടെ പറഞ്ഞത് എന്താണ്? 13-17 വരെ നമ്മൾ വായിക്കണം. അതിന് പറയുകയാണ്, താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ 15 വായിച്ചു. 16, സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തെ ദാസന്മാരായി നടത്തി. നമ്മൾ ക്രിസ്തുവിൽ സ്വതന്ത്രരാണ്. അപ്പോൾ സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കരുത്. അപ്പം കർത്താവായ യേശു ക്രിസ്തു സ്വാതന്ത്ര്യം നമ്മുടെ ദുഷ്ടത കൊണ്ട് ദുഷ്ടതയ്ക്ക് മറയാക്കരുത്. എന്തും ചെയ്യാം, എന്തും പറയാം. ക്രിസ്തുവിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യം അണ്ടർ ദ ഡിസിപ്ലിനാണ്. ആ സ്വാതന്ത്ര്യം നമുക്ക് എന്തു പറയാം, എനിക്ക് എന്നാ പറഞ്ഞുകൂടെ. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ മനുഷ്യരെല്ലാം പറയുന്നൊരു കാര്യമാണ് ഈ ഹ്യൂമൻ റൈറ്റ്സ്. നമുക്കൊരു ലെറ്റർ കൊടുത്താൽ മതി, ഏത് ഒരു വിവരാവകാശ സംവിധാനങ്ങളുണ്ട്, ഹ്യൂമൻ റൈറ്റ്സ്. ഇവിടെ പറഞ്ഞാൽ എന്താ? സ്വതന്ത്രരാണ്, ക്രിസ്തു സ്വതന്ത്രനാണ്. പക്ഷേ ഈ സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കരുത്. ദുഷ്ടത ചെയ്യുവാൻ കർത്താവിനെ മുമ്പ് നിർത്തരുത്. ദുഷ്ടമായ ചിന്തകൾ വ്യാഖ്യാനിക്കാൻ, ഇപ്പം വെള്ളമടിക്കുമെന്ന് പറഞ്ഞു, അത് കർത്താവ് കാനാവിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കില്ല, വിനിച്ചിരി മദ്യപിച്ച് തന്നെ കുഴപ്പം. ദുഷ്ടതയ്ക്ക് മറയാക്കുന്ന ദൈവവചനത്തെ ഉപയോഗിക്കരുത്. ആ സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കരുത്. ദുഷ്ടതയ്ക്ക് മറയാക്കരുത്. നമ്മുടെ മനസ്സിലെ ചില ദുഷ്ടതകളെ മറയ്ക്കാൻ ഇങ്ങനെയുള്ള അത് പലരും ഉപയോഗിക്കുന്ന കാര്യം. അത് പിന്നെ പറയുകയാണ്, എല്ലാവരെയും ബഹുമാനിപ്പി. അതാണ് നമ്മൾ ശരിക്കും പ്രാർത്ഥിച്ച് നമുക്കിട്ടൊരു നൽവരമാണ് ഇത്. എല്ലാവരെയും ബഹുമാനിക്കാൻ പഠിക്കണം. നമ്മൾ ആരെയും കുറവുള്ളവരായിട്ട് കാണരുത്. നമുക്ക് ഈ ലോകത്തിൽ ചിലപ്പം ബുദ്ധിയില്ലാത്തൊരു പൊട്ടന്മാർ, ബുദ്ധിശൂന്യർ, പട്ടി, പൂച്ച എന്നൊക്കെ നമ്മൾ ചിലരൊക്കെ നമ്മൾ വിളിച്ചു പോയി കാണും. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യാൻ ഒരിക്കലും ദൈവം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ദൈവത്തിൻ്റെ സൃഷ്ടികളെല്ലാം യൂണീക്കാണ്. താലന്ത് കൊടുക്കുമ്പോൾ തന്നെ 1 താലന്ത്, 2 താലന്ത്, 5 താലന്ത്. ദൈവം പാർഷ്യലായിട്ടല്ല, ദൈവത്തിൻ്റെ ഹിതമൊത്ത് താൻ കൊടുക്കും. അപ്പം അതുകൊണ്ട് ഒന്ന് കിട്ടിയവൻ ഒരു ചട്ടക്കാലം നടന്നു പോകുന്നതിനെ അവനെ കണ്ടാൽ, അല്ലെങ്കിൽ ഇത്ര ബുദ്ധിമോശം വന്നവനെ നമ്മൾ ഇകഴ്ത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു 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 വികലമായി ചിന്തിക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുള്ളവർ, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവർ തന്നെ. അതുകൊണ്ട് എല്ലാവരെയും ബഹുമാനിക്കാൻ നമ്മൾ അതികഠിനമായ പ്രാർത്ഥന. സഹോദരവർഗത്തെ സ്നേഹിപ്പിൻ. പ്രത്യേകം പറയുകയാണ്, സഹോദരവർഗം, ക്രിസ്തുവിൽ സഹോദരൻ, ഒരപ്പത്തിൻ്റെ അംശികൾ.
അതിലുപരിയായിട്ട് അതിനേക്കാൾ അല്പം കൂടെ താഴ്ത്തു പറഞ്ഞാൽ നമ്മൾ കുർബാനകൾ ഓർക്കുന്നത് രക്തബന്ധത്തിലുള്ളവർ, സഹോദരവർഗത്തെ സ്നേഹിപ്പിൻ, ദൈവത്തെ ഭയപ്പെടുവിൻ, രാജാവിനെ ബഹുമാനിപ്പിൻ, അധികാരത്തിലിരിക്കുന്നവനെ ബഹുമാനിക്കണം. ഇത് വളരെ ആവശ്യമാണ്. പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിലും 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലും പറയുന്നതാണ്. 4-ാമത്തെ വാക്യം പറഞ്ഞത്, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ വീണ്ടും ജനിച്ചതിൻ്റെ ഉദ്ദേശം ഒരു നിത്യമായ സൗഭാഗ്യമുണ്ട്. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന, ക്ഷയിച്ചു പോകുന്ന, നശിച്ചു പോകുന്ന, മാലിന്യപ്പെട്ടു പോകുന്ന, വാട്ടം, ഇതൊന്നും ലോകത്തിൻ്റെ ഒരു പ്രതിസന്ധി നേടാൻ, ലോകം നശിപ്പിച്ച് കളയാത്ത, ലോകം ഫെയ്ഡാക്കാത്ത, ലോകം ഡീഫൈൻ ചെയ്യാത്ത, ലോകത്തിനൊന്നും ചെയ്യാൻ പറ്റാത്ത ചില മൂല്യമായ കാര്യം സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഉണ്ട്. അതാണ് പറഞ്ഞത്, അത് ആർക്കും അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ദൈവം നിശ്ചയിച്ചിരിക്കുന്നതാണ്. ഈ ലോകത്തിന് അതിനെ ക്ഷയിപ്പിക്കാൻ പറ്റത്തില്ല, ലോകത്തിന് അതിനെ മാലിന്യപ്പെടുത്താൻ പറ്റത്തില്ല, ലോകത്തിന് അതിൻ്റെ ഡീഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അത് ദൈവത്തിൻ്റെ സാധനം. ഇത് നമുക്ക് വേണ്ടി ദൈവശക്തിയിൽ ഇത് വിശ്വാസത്തിലൂടെ പ്രാപിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ലോകത്തിൻ്റെ ക്രമം തിന്മയാണ്. ആ തിന്മയെ നമ്മൾ ഭയപ്പെടരുത്. ലോകത്തിൻ്റെ ക്രമം തിന്മയാണ്. ഇന്നലെ കൊച്ചൻ പറയായിരുന്നു, ഒരു പാവപ്പെട്ട സ്ത്രീ ഇതുപോലെ ഫോൺ വിളിച്ചു, അവരെ ഇത് കൊടുത്തു, അതിനൊരു OTP വന്ന് തരാൻ പറഞ്ഞു. അവസാനം അൾട്ടിമേറ്റ്ലി കേട്ടത് 65 lakhs rupees അവരുടെ അക്കൗണ്ടിൽ നിന്ന് പോയി. കഷ്ടപ്പെട്ട എന്തുമാത്രം ഒരു ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതായിരിക്കാം 65 ലക്ഷം രൂപ. അതൊക്കെ ട്രാൻസാക്ട് ചെയ്ത് വിത്തിൻ സെക്കൻഡ്സ് അത് അവരന്നേരം വിഡ്രോ ചെയ്യും. ആ അക്കൗണ്ട്സിലുണ്ടെങ്കിൽ ചിലപ്പോൾ ഗവൺമെൻറ് നമുക്ക് തിരിച്ചാൻ വേണ്ടി ശ്രമിക്കും. ആ അക്കൗണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം ഫേക്കാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതെല്ലാം കൂടി വരുന്നതോടുകൊണ്ടല്ലോ നമ്മുടെ അടിസ്ഥാനപരമായ ജീവിതം വളരെ ദുഷ്കരമായിട്ട് പോവുകയാണ്, അപകടം നിറഞ്ഞു പോവുകയാണ്. ഏത് സമയത്തും ആരെയും വഞ്ചിക്കാനും ചതിക്കാനും പറ്റുന്ന സംവിധാനം വന്നിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വളരെയധികം പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിച്ചിട്ട് ഈ പ്രിവിലേജസ് നമുക്ക് ഉണ്ടാകണം. നമ്മൾ ദൈവത്തിൻ്റേതാണെന്നൊരു ബോധത്തിൽ വസിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ പറയുന്നുണ്ട്, പിശാച് വന്ന് ഇങ്ങനെ ആർഗ്യൂ ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, നീ യോബിനെ പരീക്ഷിച്ചോ. അപ്പോൾ ഈ പിശാച് പറയാണ്, യോബിനുള്ളതിനൊക്കെ നീ വേലി കെട്ടി ഇങ്ങനെ പരിപാലിച്ചിരിക്കുന്നു. നീ വേലി കെട്ടി പരിപാലിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് കയറാനായി പറ്റത്തില്ല. കാരണം അതിനൊരു വാക്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. അത് 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യമാണ്. ഈ വേലികെട്ട് നമ്മുടെ ജീവിതത്തിൽ എന്താണെന്നറിയാമോ? വ്യർത്ഥവും പാരമ്പര്യവുമായിട്ടുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അതായത് എന്താണ് മറന്നു പോകരുത്, നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്, ഈ പരിപാലിക്കപ്പെടുന്നത് ഇതാണ്. നമ്മളെ എവിടെ നിന്ന് എടുത്തു? ഇപ്പോൾ നമുക്കറിയാം, അബ്രഹാമിനെ ഊറിൽ നിന്നാണ് എടുത്തത്. നമ്മൾ അബ്രഹാം പിതാവ് എന്നൊക്കെ വിളിക്കുമ്പോൾ വിശ്വാസത്തിലാണ് നമ്മളാകുന്നത്. അബ്രഹാമിനെ വിജാതികളുടെ സ്ഥലത്തുനിന്നാണ് വിളിച്ചത്. നമ്മുടെയൊക്കെ ഫോർഫാദേഴ്സിനെ കുറേ കാലം മുമ്പ് നമുക്ക് നോക്കി, അവരൊക്കെ ചിലപ്പം മറ്റേതോ ഏതോ ദൈവശക്തിയിൽ അല്ലെങ്കിൽ ലോകത്തിലുള്ള ശക്തിയിൽ, ലോകത്തിലുള്ള അതിലൊക്കെ വിശ്വസിച്ചവരാവാം. നമ്മളൊക്കെ അതിൽ നിന്ന് പിന്മാറി ദൈവം തൻ്റെ കൃപയിൽ വീണ്ടെടുത്തവരാണ്. നമ്മളൊന്നും ആരും അബ്രഹാമുമായിട്ട് നേരിട്ട് ബ്ലഡ് റിലേഷനില്ല. കർത്താവുമായിട്ട് നമുക്ക് ബ്ലഡ് റിലേഷൻ. പക്ഷേ ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നിടത്തോളം കർത്താവ് നമ്മിൽ വസിക്കുന്ന ഒരു ബയോളജിക്കൽ റിലേഷൻ കർത്താവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുകയാണ്. അപ്പം ഇത് പറഞ്ഞത് എന്താ? അതുകൊണ്ട് ഈ വ്യർത്ഥമായ പാരമ്പര്യങ്ങൾ നമ്മുടെ യൂദാ ലേഖനം വായിക്കുമ്പോൾ ഹോളി ട്രഡീഷൻസ് ഉണ്ട്. അത് കർത്താവിൻ്റെ പരിശുദ്ധ ശിഷ്യന്മാർ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. അത് കയ്യൊപ്പാകട്ടെ, മാമൂസയാകട്ടെ, സാക്രമെൻറ്റ്സ് ആകട്ടെ, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, കൊസ്തുന്തീനോസ്പോലിസിലും എഫേസോസിലും ഉണ്ടായ 3 സുനോസിലെ പറ്റി നമ്മൾ പറയാം. അവിടെയൊക്കെ പിതാക്കന്മാർ ആദ്യകാലത്തിൽ നിശ്ചയിച്ച് നമുക്ക് തന്നിട്ടുള്ള നല്ല
നല്ല പാരമ്പര്യങ്ങളുണ്ട്. കാരണം ആദ്യകാലത്ത് അങ്ങനെയുള്ള പാരമ്പര്യങ്ങളാണ്, പിന്നീടാണല്ലോ എഴുതപ്പെട്ട വേദപുസ്തകങ്ങളൊക്കെ വന്നത്. അപ്പം അതുകൊണ്ട് അതായത് വ്യർത്ഥമായ പാരമ്പര്യങ്ങൾ പിന്നെയും 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 നമ്മൾ അടിസ്ഥാനപ്പെടരുത്. അവിടുന്ന് നമ്മളെടുത്തു. അതുകൊണ്ട് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കരുത്. ഒരു പൊന്നിടുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, പക്ഷേ അതിന്മേലങ്ങ് എന്താ പറഞ്ഞ അഗാധമായ ഒരു ആഴമായ ഒരു ബോധവും, അതിന്മേൽ ആഴമായ ആഗ്രഹവും, അതിന്മേൽ ആഴമായ അധിനിവേശവും, അതിന്മേൽ ആഴമായ നമ്മുടെ ജീവിതത്തെ മുഴുവൻ അതിന്മേൽ അങ്ങ് ഇട്ട് കഴിയുമ്പോൾ അത് നമ്മളെ കൊണ്ടേ പോകത്തുള്ളൂ. അതുകൊണ്ട് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകും. അന്നത്തെ കാലത്ത് ഏറ്റവും വിലപിടിപ്പെട്ട 2 കാര്യങ്ങൾ. ഇന്ന് പലതും വേറെ വിലപിടിപ്പുണ്ട്. ഇന്നൊരു മൊബൈൽ ഫോൺ പോലും കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് വിലയുള്ളതുണ്ട്. ഇപ്പം നമ്മൾ കണ്ടു കാണും, 5000 കോടി രൂപ മുടക്കി ഒരു കല്യാണം നടന്നു. കുറേ പാവപിടിച്ച മനുഷ്യരെ കല്യാണം കഴിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഇത്രയും പാവപ്പെട്ട ജനങ്ങൾ അഷ്ടിവയ്ക്ക് വകയില്ലാതെ ജീവിക്കുമ്പോൾ നമുക്കങ്ങനെ ചിലവഴിക്കാൻ പറ്റുമോ? അതിനെപ്പറ്റി വ്യക്തമായ വലിയ ധാരണ പറയാനില്ല. എന്നാലും ഞാൻ പറഞ്ഞത്, ലോകത്തിലുള്ള മുഴുവൻ മീഡിയകളും പറയുന്നത് ഇത് വലിയ ആർഭാടമായി പോയി എന്ന്. അപ്പം പൊന്ന്, വെള്ളി, ഇങ്ങനെയുള്ള മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളിലല്ല നമ്മുടെ ശ്രദ്ധ. ഇന്ന് പള്ളിയിൽ പോകുമ്പം ആരും ഇതുവരെയും കാണാത്ത ഏത് സാരി ഉടുക്കണം, ഇന്ന് പള്ളിയിൽ പോകുമ്പം പിന്നെ ജനങ്ങളുടെ കണ്ണിന് മതിക്കുന്ന ഏത് കാപ്പ ഇടണം, ഇന്ന് പള്ളിയിൽ പോകുമ്പം മധുവായ്ക്കകത്ത് കയറി വന്നിട്ട് ഈ മുടിയൊക്കെ ചെയ്യുന്ന ശുശ്രൂഷക്കാരുണ്ട് കേട്ടോ. കാരണം ആരെ കാണിക്കാനാണെന്ന് എനിക്കറിയത്തില്ല. നമ്മളിങ്ങനെ ഒരുങ്ങി ചമയങ്ങൾ കൊണ്ടിങ്ങനെ പോവുകയാണ്, ഒരുങ്ങി ചമയങ്ങളിട്ട് പോവുകയാണ്. പൊന്ന്, വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളിൽ നമ്മൾ അതേസമയം ചെയ്യേണ്ടത് ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയ രക്തം കൊണ്ടത്രേ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിച്ചു. അത് ലോകസ്ഥാപനത്തിന് മുമ്പേ വന്നുവെന്ന്. അതുകൊണ്ട് നമ്മുടെ ധ്യാനത്തെ ഇവിടെ നിർത്താം. നമ്മളിന്ന് വായിച്ചത് ഓരോ ആഴ്ചകളിലും വരുന്ന ധ്യാനങ്ങൾ വലിയ പ്രസക്തിയുണ്ട്. അതുകൊണ്ട് നമുക്ക് കർത്താവ് ദൈവം തന്ന ഗോഡ് ഗിവൺ ഐഡൻറ്റിറ്റിയാണ് എന്താണ്? നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. അതുകൊണ്ട് ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന്, ഇതൊക്കെ കാണാൻ പഠിക്കണേ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം. അതാണ് നമ്മുടെ അസൈൻമെൻറ്റ്. നമ്മുടെ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ചിന്ത കൊണ്ട്, ഇടപാടുകൾ കൊണ്ട്, നമ്മുടെ ജീവിതചര്യ കൊണ്ട്, നമ്മുടെ നടപ്പ് കൊണ്ട്, നമ്മുടെ വൃത്തിയായിട്ടുള്ള നടപ്പ് കൊണ്ട്, വൃത്തിയായിട്ടുള്ള അപ്പിയറൻസ് കൊണ്ട്, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അന്ധകാരത്തിൽ നിന്ന് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക. അതാണ് എന്തിനാണ് അതിനുവേണ്ടി നമ്മളെ തിരഞ്ഞെടുക്കപ്പെട്ട. ഇനി വേറൊരു ദിവസം നമുക്ക് തിരഞ്ഞെടുപ്പിനെ പറ്റി ഞാനൊരു ധ്യാനം എടുക്കാം. തിരഞ്ഞെടുപ്പും വിളിയുമുണ്ട്, 2 കാര്യങ്ങളുണ്ട്. ഹോളി കോൾ ആൻഡ് ഹോളി സെലക്ഷൻ. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്ത ജനം. ഐ ബിലോങ്സ് ടു ദ ഗോഡ്സ് ഓൺ കമ്മ്യൂണിറ്റി. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വംശത്തിൽപ്പെട്ടതാണ്, ഞാൻ ദൈവത്തിൻ്റെ സഭയിൽപ്പെട്ടതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും ഈ വാക്കുകളാൽ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും നാം ദൈവത്തിൻ്റെ അവകാശമെന്ന നല്ല ബോധ്യം നമുക്ക് തന്ന കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ആ പ്രിവിലേജ് ഉണ്ട് സഹോദരങ്ങളെ. ഞാൻ ഓർപ്പിച്ച പോലെ ക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറവാക്കി തീർക്കരുത് എന്നിവിടെ ഓർപ്പിക്കുന്നു. ദൈവം പരിശുദ്ധാത്മാവിൽ ഈ ഒരു നല്ല വകതിരിവ് തന്ന് ഈ കാലഘട്ടത്തിൽ നമ്മെയും നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം